ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞ് ചെറുവീട് കഴിഞ്ഞ് പെണ്ണിനെ കൂട്ടിയിട്ട് വന്ന അന്നത്തെ രാത്രി പരിപാടിയാണ് കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല അടിപൊളി പരിപാടി. എന്താണെന്നറിയാം, ഒരു ചായക്കട വെച്ച് നടത്തൽ. ചായക്കടക്കുള്ള ഒരുക്കമാനങ്ങളാണ്. ചായക്കടൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഇടാം കേട്ടോ. അത് തനിച്ച് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വെറുതെ ഒരു അപ്പോൾ നമ്മൾ അഫ്സലിൻ്റെയും ഷഹനാൻ്റെയും കൂടിയുള്ള ചായക്കടയായതുകൊണ്ട് അഫ്സാന ടീ സ്റ്റാൾ എന്നാണ് വെച്ചത് കേട്ടോ. അപ്പം കിട്ടിയ പേരിട്ട് ഒരു കട റെഡിയാക്കി. അവർക്ക് കച്ചവടമൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഒരു ചായക്കട വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഒരു ചായക്കട വെച്ച് നടത്താൻ പറയാമല്ലോ. ചായക്കടയ്ക്കുള്ള ആളുകളൊക്കെ മെല്ലെ മെല്ലെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. രാത്രി 12 മണിക്കാണ് ചായക്കട നടക്കണത് കേട്ടോ. 12 മണി മുതൽ ഒരു 2 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു ചായക്കട. 10 മണിക്കാണ് ഞങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. തുടങ്ങുമ്പോഴേക്കും പെണ്ണിനെയും ചെക്കനെയൊക്കെ ഒരുക്കി കൊണ്ടുവരുമ്പോഴേക്കും 12 മണി 12 11 ആയിട്ടുണ്ടാവും. പിന്നെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവരിനെ വരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചായക്കടയൊക്കെ സെറ്റാക്കുന്നുണ്ട്, നിങ്ങൾ വന്ന് ചായക്കടയൊക്കെ റെഡിയാക്കണം, നമുക്ക് ഓരോന്നും ഉണ്ടാക്കാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ പെണ്ണിനും ചെക്കനും മാഗി ഉണ്ടാക്കാൻ പറഞ്ഞു, ബ്രെഡും മുട്ടയും ടോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി ചോദിച്ചു, ചായ, കാപ്പി, ബൂസ്റ്റ് പറഞ്ഞ പോലെ സകലതും, ഹോർലിക്സ്, പിന്നെ മാഗി, മുട്ട ചിക്കിയത്, അങ്ങനെ പല 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 ഐറ്റംസ് അവരെ കൊണ്ട് ഉണ്ടാക്കി പിടിച്ചിട്ടോ. ആ പണിയൊക്കെ കഴിയുമ്പോൾ മണി 12. മുട്ടയൊക്കെ ഉണ്ട് കണ്ടോ. ശരിക്കും ഒരു കട ഞങ്ങൾ എത്ര പെട്ടെന്ന് സോഡ, മാഗി, പഞ്ചസാര ഒക്കെ ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ. എല്ലാം സെറ്റാക്കിയിട്ടാണ്. ബ്രെഡ്, പിന്നെ ചായപ്പൊടി മഞ്ചാരിയാണ് അത്. പിന്നെ എല്ലാം സെറ്റാക്കി കൊടുത്തു. നാരങ്ങ വെള്ളം, മുട്ടായികൾ, ബിസ്ക്കറ്റുകൾ, ലിറ്റിൽ ഹാർട്സ്, ബിങ്കോ, ഒരു കൊല ഇന്നൊരൊക്കെ നാളെ കടയിലിട്ട് വെച്ചു. അങ്ങനെ നമ്മുടെ നെന്നിമ്മക്ക് ആദ്യത്തെ ചായ വെച്ച് കൊടുത്തു. മാഷാ അല്ലാഹ്, നെന്നിമ്മ കൈനീട്ടമായിട്ട് പൈസയും കൊടുത്തു കേട്ടോ. 100 രൂപ ഒരു ചായയുടെ വിലയാന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഒരേ ചിരിയായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടന്നു കേട്ടോ. ചെക്കന്മാരൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. അവരൊക്കെ കൂടി വേറെ വീഡിയോസ് എടുക്കുന്ന സന്തോഷത്തിൽ അയ്യോ ഒക്കെ പറയുന്നുണ്ട്. അമ്മായിയമ്മ വന്ന് ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ പെണ്ണിനെയും ചെക്കനെയും കൂട്ടിയിട്ട് വന്ന് അപ്പോഴേക്കും ഷഹനാൻ്റെ വീട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തതാ. ചെക്കൻ മാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിനു മുമ്പ് കുറേ ഐറ്റംസൊക്കെ കഴിഞ്ഞു. കുറച്ച് വീഡിയോ എടുത്തിട്ടു. അതൊന്നും ഫുള്ളായി എടുക്കാൻ പറ്റില്ല. മാഗി, പൊറോട്ടയില്ല, മുട്ട, ബ്രെഡ്, അനിയത്തി സഹായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെക്കൻ്റെ. ഷഹന പിന്നെ ഉള്ളിയൊക്കെ മുറിച്ച് കൊടുത്തൊക്കെ 2 പേരും കൂടിയൊക്കെ ഉണ്ടാക്കിയതാ. മാഗിയൊക്കെ ഉണ്ടാക്കി ഊട്ടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷഹനക്കുട്ടി. അങ്ങനെ ആ പരിപാടികളൊക്കെ ഗംഭീരമായി നടന്ന് ഇത് കഴിഞ്ഞ് പറഞ്ഞ് മിണ്ടാതെ അവർ വീട്ടുകാർ പോകുകയും ചെയ്തു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ 2 മണിയായില്ലേ, ഞങ്ങൾ പോട്ടെ പറഞ്ഞ് അവർ പോയി. പായ ഒള്ളി തോന്നുന്നുണ്ട്, അതാണ് ഒക്കെ കുടിച്ചിരിക്കുന്നത് കേട്ടോ. പൂയൊക്കെയാണ് അവൾ തിന്നാൻ കൊടുത്ത്. എന്നിട്ട് അവർ പോയി. നോക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് മറന്നുപോയി. വീണ്ടും ഫോൺ വിളിച്ച്, അയ്യോ ഒന്ന് വേഗം വരണേ, നമ്മൾ കേക്ക് മുറിക്കാൻ മറന്നുപോയി, പ്ലീസ് ഒന്ന് വന്നാലും പറഞ്ഞ് പിന്നെ വീണ്ടും അവരിനെ വിളിച്ച് വരുത്തിച്ചിട്ട് കേക്ക് മുറിച്ചിട്ടാണ്. 4th നൈറ്റ് ആണ് കേക്കിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ചിരിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കേക്ക് മുറിച്ചിട്ട് അവരിനെ പറഞ്ഞയച്ചു. പിന്നെ നമ്മുടെ ചെക്കനും പെണ്ണിനെയും റൂം പൂട്ടിയിട്ട് പുറത്തിരുത്തി ഗായ്സ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഒക്കെ റെസ്റ്റ് എടുക്കി ഞങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞ് നമ്മുടെ പിള്ളേരൊക്കെ കൂടി അവരിനെ ഒരു കളിയാക്കാൻ വേണ്ടിയിട്ട്, അവരിനെ ഒരു ഹാപ്പിയാക്കാൻ. ഇന്നത്തെ ദിവസം മറക്കാൻ പാടില്ലല്ലോ. നമ്മൾ പണി കൊടുത്താലല്ലേ അവർക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവുള്ളൂ നമ്മളിനെ. അതിന് വേണ്ടിയൊക്കെ സെറ്റാക്കി അങ്ങനെ കേക്കൊക്കെ മുറിച്ച് 2 പേരും കുറേ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്ന് തലതിരിഞ്ഞ് പോയിട്ടുണ്ട് തോന്നുന്നു ഗൈസ്. എന്തോ അത് വന്നിട്ടില്ല. അങ്ങനെ ഇതവർ 2 പേരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരെയും വെയിറ്റ് ചെയ്തിട്ട് പോയവരൊക്കെ വരട്ടെ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം ഡെക്കറേഷൻ ചെയ്തത് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.